നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നതിനാൽ മീൻ ലഭ്യത നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല മത്സ്യം കിട്ടാൻ ഉയർന്ന വിലയും നൽകണം. എന്നാൽ മലയാളികളുടെ മീൻ പ്രേമം മുതലെടുക്കുകയാണ് പഴകിയ മത്സ്യം, രാസമരുന്ന് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് പിടിക്കുന്ന മീൻ എന്ന ലേബലിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് പഴകിയ മീനെന്ന് അറിയാതെ വാങ്ങിക്കഴിച്ചവർക്കുണ്ടായത്. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട്, ഉഴമലയ്ക്കൽ, പറങ്ങോട്, കുറ്റിച്ചൽ മേഖലയിൽ നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പല സ്ഥലങ്ങളിലും മീൻ കഴിച്ച ഈ വളർത്തുമൃഗങ്ങൾക്ക് ജീവഹാനി വരെ സംഭവിച്ചു. വിവിധ മേഖലകളിൽ നിന്നായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, സ്വകാര്യ ആശുപത്രിയിൽ എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് ചികിത്സ തേടുന്നത്. ആര്യനാട് പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. വഴിയോര കച്ചവടം, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലം വരും ദിവസങ്ങളിൽ ലഭിക്കും. ട്രോളിംഗ് നിരോധനം നിൽക്കുന്നതിനാൽ തന്നെ മീൻ ലഭ്യത കുറവാണ്. കിട്ടുന്ന മത്സ്യത്തിനൊപ്പം പഴകിയതും ചേർത്താണ് പലയിടങ്ങളിലും വിൽപ്പന നടത്തുന്നത്. തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് ഉൾപ്പെടെ പഴകിയ മത്സ്യം കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവ തടയാൻ ആരോഗ്യ വിഭാഗത്തിന്റെയോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയോ പരിശോധനകൾ കാര്യക്ഷമമല്ല എന്ന ആരോപണവും സജീവമാണ്. ഇറക്കുമതി ചെയ്യുന്ന മത്സ്യത്തിൽ രാസവസ്തുക്കൾ ചേർന്നിട്ടുണ്ടോ എന്നും വിതരണക്കാരന് പോലും തിരിച്ചറിയാൻ ആകില്ല. മത്സ്യം കേടാകാതെ സൂക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുന്നതിൽ പ്രധാനമാണ് അമോണിയവും ഫോർമാലിനും. സോഡിയം ബെൻസോയേറ്റ് പ്രിസർവേറ്റീവായി ഉപയോഗിക്കുമെങ്കിലും ജില്ലയിൽ ഇതിന്റെ ഉപയോഗം വളരെ കുറവാണ്. രാസവസ്തുക്കൾ അടങ്ങിയ മത്സ്യം കഴിക്കുന്നത് അൾസർ, ക്യാൻസർ തുടങ്ങിയവയ്ക്ക് കാരണമാകും. ആന്തരിക അവയവങ്ങളെയും ബാധിക്കും. ഛർദി, വയറിളക്കം, ഭക്ഷ്യവിഷബാധ തുടങ്ങിയവയ്ക്കും രാസവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണം കാരണമാകും. കുട്ടികളെയാണ് കൂടുതലായി ബാധിക്കുക. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം മലയാളികളുടെ മത്സ്യത്തിനോടുള്ള പ്രേമം തൽക്കാലം മാറ്റിവെക്കുന്നതാണ് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പ്രധാന കാര്യം.